പരമ്പരാഗതമായ വിശ്വാസമാണ് തോമാശ്ലീഹ കേരളത്തിൽ വന്നു എന്നത്. ചോള രാജാക്കന്മാരുടെ നാട്ടിലേക്ക് പോകുന്ന അന്നത്തെ എളുപ്പ വഴി മലയാറ്റൂർ വഴിയായിരുന്നു. യാത്രാമധ്യേ മലയാറ്റൂരിൽ അദ്ദേഹം സുവിശേഷം പറഞ്ഞെങ്കിലും ആളുകൾ അദ്ദേഹത്തെ തിരസ്കരിച്ചു. അദ്ദേഹം മലമുകളിൽ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു. തിരിച്ചു വരുമ്പോൾ ഒരു പാറയുടെ മേൽ പല പ്രാവശ്യം കുരിശു വരച്ചു. പിന്നീട് ആ കുരിശിൽ നിന്നും രക്തം വരുന്നത് അന്നത്തെ നായാട്ടുകാർ കണ്ടെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം കണ്ടുനിന്ന മലവേടന്മാരെ അത്ഭുതപ്പെടുത്തി ഒരു സ്വർഗീയ സ്ത്രീ ഭക്ഷണം അദ്ദേഹത്തിന് നൽകുന്നത് കണ്ടു. ഭയന്നോടിയ വേടന്മാർ ഒത്തിരി മനുഷ്യരെ അടിവാരത്തു നിന്നും മലയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവിടെ 220ഓളം കുടുംബങ്ങൾ ഒന്നിച്ച് യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. AD 500 നായാട്ടുകാർ മലയിൽ വിശ്രമിക്കുമ്പോൾ മലയിൽ ഒരു പ്രകാശം കണ്ടു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതൊരു കുരിശുരൂപമാണ്. അവരുടെ കയ്യിലുള്ള ആയുധം വെച്ച് ആ കുരിശുരൂപത്തെ കുത്തിയപ്പോൾ അതിൽ നിന്ന് രക്തം വാർന്നു വന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവർ അതിനെ വണങ്ങാൻ തുടങ്ങി. താടി വളർത്തിയ തോമാശ്ലീഹായെ മുത്തപ്പനെന്നും തിളങ്ങിയ കുരിശിനെ പൊന്നിൻ കുരിശെന്നും അവർ വിളിച്ചു തുടങ്ങി. ഇവിടെ നോമ്പുകാലത്ത് മാത്രമല്ല മലകയറ്റം. 365 ദിവസവും രാവിലെ 7:30 വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന പള്ളിയാണ്